മെൽബണിലെ മലങ്കര സുറിയാനി കത്തോലിക്ക സമൂഹം യുവജനദിനം സമുചിതമായി ആഘോഷിച്ചു. ഫ്ലെയിം ഓഫ് ലവ് എന്ന പേരിലാണ് മലങ്കര കത്തോലിക്ക യുവജനദിനം ആഘോഷിച്ചത്. യുവജനദിനാഘോഷം വികാരി ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ടച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സഭയിൽ ചേരുക എന്ന് പറയുന്നത്, ഒരു സഭയുടെ അംഗമാകുക എന്ന് പറയുന്നത് ഒരു ദൈവ നിയോഗമാണ്. ദൈവം വിളിച്ചതുകൊണ്ടാണ് നമ്മുടെ ഈ കൂട്ടായ്മകളുടെ എല്ലാ കുടുംബങ്ങളും ഈ കൂടയ്ക്ക് കീഴിൽ വന്നു ചേർന്നത്. ദൈവം വിളിച്ചതുകൊണ്ടാണ് ഈ ഒരു സഭയുടെ ഭാഗമായി മാറുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയുന്നത്. അതുകൊണ്ടാണ് മതബോധന ഗ്രന്ഥം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നത്: ഒരാള് ദൈവജന കൂട്ടായ്മയുടെ ഭാഗമാകുന്നത് ശാരീരികമായ ജനനം കൊണ്ടല്ല, മറിച്ച് ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ദൈവജന കൂട്ടായ്മയുടെ ഭാഗമായി നാം എല്ലാവരും മാറുന്നത് എന്ന്. അതുകൊണ്ട് ഈ ദിനാഘോഷം കൊണ്ടാടുന്ന ഈ സമയത്ത് MCYമിലെ എന്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം, ദൈവവിളി സ്വീകരിച്ച ഒരു ജനതയുടെ ഭാഗമാണ് MCY പ്രസ്ഥാനത്തിലെ ഓരോ യുവാവും യുവതിയും എന്ന് നിങ്ങൾ മരണം വരെ മറക്കാതെ കൊണ്ടുനടക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിളിയുടെ മാഹാത്മ്യവും ദൗത്യവും മനസ്സിലാക്കി ദൈവം നടത്തുന്ന പാതയിലൂടെ സധൈര്യം മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിനോടൊപ്പം നടക്കുവാനുള്ള ജീവിത നിയോഗമാണ് MCYമിലെ കുട്ടികളുടെ ജീവിത നിയോഗം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു ധനികനായ യുവാവിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവൻ ഈശോയോട് ചോദിക്കുകയാണ്: ഈശോയെ, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു: ഈ പ്രമാണങ്ങൾ നിനക്ക് എങ്ങനെ അറിയാലോ, അതെല്ലാം പാലിക്കണം. അപ്പൊ അവൻ പറയാണ്: എന്റെ ഈശോയെ, ഇതെല്ലാം ഞാൻ എന്നെ പാലിക്കുന്നതാണ്. ഈശോ പറഞ്ഞു: എങ്കിലും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. വചനം പറയുന്നത് അവൻ വ്യസനിച്ചു തിരിച്ചുപോയി എന്നാണ്. പ്രിയമുള്ളവരെ, ഈശോ ഇല്ലാതെ അവൻ തിരിച്ചുപോയി. സകലതും ഉപേക്ഷിക്കാൻ മടിയായിട്ട് അവൻ ഈശോയെ കൂട്ടാതെ തിരിച്ചുപോയി. ഈശോയുടെ കൂടെ നടക്കുന്നതാണ് MCYമിന്റെ ജീവിത നിയോഗമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയെ കൂടാതെ നടക്കുന്ന യാത്രകള് പിശാചിനെ സ്വീകരിക്കുന്നതിന് തുല്യമാണെന്ന് മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നുണ്ട്. ഈ ജീവിത നിയോഗം, ക്രിസ്തുവിനോടൊപ്പം ചരിക്കുവാനുള്ള ജീവിത നിയോഗം നെഞ്ചിലേറ്റുവാനായിട്ട് നമ്മുടെ സഭയുടെ യുവാക്കളോട് യുവതികളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. 2024 യുവജന സഭയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് യുവജനങ്ങൾ പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. The pilgrims of hope. യുവജനങ്ങൾ പ്രത്യാശയുടെ തീർത്ഥാടകർ. പ്രത്യാശ നിറഞ്ഞവരായിരിക്കണം യുവജനങ്ങൾ. സങ്കടപ്പെട്ട്, നിരാശപ്പെട്ട്, പ്രയാസപ്പെട്ട് ക്ഷീണിച്ചിരിക്കേണ്ടവരെന്നല്ല യുവജനങ്ങൾ. പ്രത്യാശയുടെ തീർത്ഥാടകരായിരിക്കണം, പ്രത്യാശ നിറഞ്ഞവരായിരിക്കണം, പ്രത്യാശ കൊടുക്കുന്നവരായിരിക്കണം. കണ്ടുമുട്ടുന്നവർക്കും കൈകൊടുക്കുന്നവർക്കും ഊർജം പകർന്നവരായിരിക്കണം നമ്മുടെ യുവജനങ്ങൾ എന്ന് പറയുന്നത്. മെൽബണിലെ യുവതി യുവാക്കന്മാരെ കുറിച്ച് എനിക്കൊരു വാക്കുണ്ട്. ഈ മക്കള്
ഈ സഭയോട് വെച്ച് കാണിച്ച വലിയ സ്നേഹത്തിന്, കരുതലിന്, പരിപാലനയ്ക്ക്, കാവലിന് ഞാൻ സഭയുടെ പേരില് നമ്മുടെ സഭയുടെ തലമുറ പിതാവുമായ ബാബയുടെ പേരില് ഞാൻ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവും നന്ദിയും ഞാനിപ്പോൾ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും എല്ലാം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദേശത്ത് വന്ന് നിങ്ങൾ ത്യാഗം അനുഭവിക്കുമ്പോൾ, പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഹായകൻ നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളെ വഴിനടത്തട്ടെ എന്ന് ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു കുടുംബങ്ങൾ ഒന്നു ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ യുവജനദിനം ആഘോഷിക്കുമ്പോൾ മെൽബണിലെ കൂട്ടായ്മയ്ക്ക് ദൈവം തന്ന മറ്റൊരു റോസാ പുഷ്പമാണ് മാവേലിക്കര ഡയസിസിൽ ഇവിടെ വന്നിട്ടുള്ള മെഡ്വിൻ. മെഡ്വിനെ വലിയ സ്നേഹത്തോടു കൂടി നമുക്ക് കരഘോഷത്തോടെ